ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ കിഴി ഡക്ക് റോസ്റ്റാണ്. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ഡക്കാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് നമുക്കിതൊരു കുക്കറിലോട്ട് മാറ്റാം. ആവശ്യത്തിന് ഉപ്പും 5 പച്ചമുളകും 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1.25 ഗ്ലാസ് വെള്ളവും 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. റോസ്റ്റിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്, 4 സബോള, ചെറിയ ഉള്ളി 25 എണ്ണം, മിൻറ്റ് ലീഫ് 1 കപ്പ്, തൈര് 1 കപ്പ്, ഇഞ്ചി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം. മസാലയെല്ലാം നല്ല ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. താറാവ് ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. 5 വിസിലിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിലല്പം വെള്ളമുണ്ട്, നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി റോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് 4 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നേരത്തെ എടുത്തു വച്ചിരുന്ന പെരുംജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് മൂടിയിട്ട് 4 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളിയും സവോളയും വഴറ്റി വരുന്ന സമയം നമുക്ക് കിഴിയിലേക്ക് ആവശ്യമായ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. സവോളയും തക്കാളി നല്ലപോലെ വഴറ്റിയതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.25 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ വഴറ്റാം. ഇനി അല്പം വിനാഗിരിയും ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കറുകപ്പട്ട, ഗ്രാമ്പു, കുരുമുളക് ഐറ്റംസ് എല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ആ മസാലയിലേക്ക് താറാവ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ മസാലയിലിട്ട് മിക്സ് ആക്കി എടുക്കാം. കിഴിയിലേക്കുള്ള ഉള്ളി ഇപ്പോൾ മൂത്ത് പാകമായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തൈരും റെഡിയാക്കി എടുക്കണം. തൈരിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ നല്ല ജീരകപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി കിഴി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ വാഴയില എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ വാട്ടിയതിന് ശേഷമാണ് കിഴി റെഡിയാക്കുന്നത്. വാട്ടിയെടുത്ത ഇലയിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അല്പം മിൻറ്റ് ലീഫ് വിതറി കൊടുക്കാം. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മല്ലി ലീഫ് ഇട്ട് കൊടുക്കാം. അത് ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ്. അല്പം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ തൈര്, നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തൈരും കൂടെ നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടുതൽ ടേസ്റ്റ് കിട്ടാനാണ് നമ്മളിവിടെ ഉള്ളിയും തൈരും ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്.
ഇതേപോലെ നമുക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഇത്തിരി തൈര് ഒഴിച്ച് അതിൻ്റെ മേലെ ഉള്ളിയിട്ടതിന് ശേഷം മല്ലിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും താറാവ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയും തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കിഴി കെട്ടാം. കിഴി ഇതേപോലെ നന്നായി കെട്ടി റെഡിയാക്കിയതിന് ശേഷം കല്ല് തവയിലോ ഫ്രൈ പാനിലോ വെച്ച് 20 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. തവ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷമേ കിഴി വെച്ച് കൊടുക്കാവൂ. കിഴി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇടുക. അല്പം വെളിച്ചെണ്ണയും തവയിൽ ഒഴിച്ചു കൊടുക്കാം. 5 മിനിറ്റ് കൂടുമ്പോൾ കിഴി പൊസിഷൻ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇല കരിഞ്ഞു പോകും. 20 മിനിറ്റിന് ശേഷം നമ്മുടെ അടിപൊളി കിഴി താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.